ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഒത്തിരി നാളായി ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു ദിവസമാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സ്വപ്ന ഭവനത്തിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാല് കാച്ചി വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ചെറിയ കുഞ്ഞു വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ അവരടുത്ത് ചോദിക്കുന്നത്, അതായത് 2 മണിക്കൂറിനുള്ളിൽ അതൊക്കെ കംപ്ലീറ്റ് ആകുമെന്ന് ആവും, ആ ക്ലീനിങ് ഒക്കെ ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അവർ. ഞങ്ങൾ തിരിച്ചു പോവുക ചെയ്തത് കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വീട്ടിലേക്ക് പോവുകയാണ് പാല് കാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ ഡ്രസ് തീം ഇതാണ് കേട്ടോ. ഒരു ചെറിയൊരു ബീജ് കളർ, രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മാത്രമാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ്. നാൻസിക്ക് റെഡിമെയ്ഡായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല. അത്രയും ടെൻഷനായിരുന്നു. കുറേയൊക്കെ ടെൻഷനുണ്ടായിരുന്നു, കുറേയൊക്കെ അതിയായ സന്തോഷമാണ്. കാരണം നമ്മുടെ വീടിൻ്റെ ഇത്രയും വർഷം നമ്മൾ വീട് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഫിനിഷിങ് ആയിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ പാല് കാച്ച ദിവസമാണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ വീടിനുള്ളിൽ ഗൃഹപ്രവേശത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരുടെ കയ്യിലും വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. രാജശ്രീയുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഉമ്മയുടെ കയ്യിലും രാജശ്രീയുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടെ നമ്മുടെ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറുകയാണ്. രാജശ്രീയാണ് വാതിൽ തട്ടി തുറന്നത്. ഫസ്റ്റ് ഞാനാണ് കേട്ടോ കയറിയത്. രാജശ്രീ വാതിൽ തട്ടി തുറന്ന് ഞാൻ അകത്തേക്ക് കയറി. ഇതുവരെയും നമ്മുടെ വീട് ഒരു കെട്ടിടമായിരുന്നു. ഇന്ന് മുതൽ ഞങ്ങളുടെ വീടായി മാറിയിരിക്കുകയാണ്. എത്ര സന്തോഷമാണ് ഇപ്പോൾ മനസ്സിലൂടെ നിറഞ്ഞു പോകുന്നതെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സന്തോഷമാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വ്ളോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പ്രത്യേകം ഒരു ക്യാമറമാനെ വെച്ചിട്ട് ഞങ്ങൾ എടുത്തതാണ്. കാരണം നമുക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വ്ളോഗൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുത്തതാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോട്ടുകൾ അതിൻ്റെ പേരിലുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിൻ്റെ ആരംഭങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലൊക്കെ നമ്മൾ പുതിയ പാത്രത്തിലാണല്ലോ നമ്മൾ പാല് കാച്ചുന്നത്. പുതിയ പാത്രത്തിലേക്ക് പാലൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതായത് നമ്മുടെ അടുക്കളയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഹൃദയഭാഗം എന്നാണല്ലോ. അപ്പോൾ പാലിങ്ങനെ പൊങ്ങി വരുന്നതും കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. അത് എല്ലാവർക്കും അത് കൊടുക്കാനായിട്ടും ആ ഒരു സന്തോഷം പകരാനായിട്ടും. അതായത് ഇത്രയും നാൾ നമ്മൾ ഈ വീടിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പണികൾ കണ്ടുകൊണ്ടിരുന്നവരാണ്. ഇന്ന് മുതൽ ആ വീട്ടിൽ, അതായത് പാല് കാച്ചി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ആഹാരമൊക്കെ പാചകം ചെയ്ത് തുടങ്ങുന്നു. പിന്നെ അവിടെ നമ്മൾ താമസം തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം വരെ നമ്മൾ വന്ന് പോയിക്കൊണ്ടിരുന്നത് പോലെ അല്ലല്ലോ ഇനി മുതൽ നമ്മൾ ഇവിടെയാണല്ലോ താമസിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി മുതൽ ഇവിടെയാണല്ലോ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാല് പൊങ്ങുണ്ടോ എന്നാണ് ഇതിൻ്റെ ഇടയിൽ കൂടി കേട്ടോ പലതവണ അത് ഒരുപാട് സമയം ആകുന്നത് പോലെ തോന്നിക്കൊണ്ടിരുന്നു നമുക്ക്. പാലെന്തുകൊണ്ട് പൊങ്ങുന്നില്ല എന്നുള്ളത്, അതായത് നമുക്ക് പെട്ടെന്ന് പൊങ്ങണം എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ മനസ്സിൽ. അങ്ങനെ ചെറിയ സമയം പോലും ഞങ്ങൾക്ക് വലിയ സമയമായിട്ട് തോന്നി കേട്ടോ ആ പാല് പൊങ്ങി വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാലൊക്കെ ഇതുപോലെ തിളച്ച് പൊങ്ങി വന്നു. ഒത്തിരി അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞ് ഒഴുകിയതുപോലെയാണ് തോന്നിയത് കേട്ടോ ആ പാല് പൊങ്ങി വരുന്ന രംഗം കണ്ടപ്പോഴത്തേക്ക്. കാരണം ഞങ്ങൾക്ക് ഇത്രയും ദിവസം വരെ ഞങ്ങൾ റെൻ്റ് ഹൗസിലാണ് ഇതുപോലെ പാലുകൾ കാച്ചിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾ നിന്ന് പാല് കാച്ചുകയാണ്. ഒരു സ്ഥിരമായ ഭവനത്തിലേക്ക് ഞങ്ങളിതാ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ സന്തോഷം ഒരുപാടുണ്ട് മനസ്സിൽ. ഇനി ഞങ്ങൾക്ക് ഈ പാലിൽ കുറച്ചുകൂടി മധുരമൊക്കെ ചേർത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണം. കാരണം ഈ ഒരു മധുരം നമ്മൾ മാത്രമല്ലല്ലോ ആസ്വദിക്കേണ്ടത്, എല്ലാവരും കൂടി ചേർന്ന് ഇതാകുമ്പോഴാണല്ലോ നമ്മുടെ വീടാകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായി അടുപ്പ് കത്തിച്ച് തയ്യാറാക്കിയ നമ്മുടെ പാല് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുകയാണ്. അവരത് കഴിച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതായത് നമുക്കത് സെർവ് ചെയ്യാൻ ഇതുപോലുള്ള ഒരുപാട് പാചകങ്ങൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഈ ഒരു അടുക്കളയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ കടമ്പയായിട്ട് ഞാനിവിടെ പാല് കാച്ചിയിരിക്കുകയാണ്.
അത് നമ്മുടെ എല്ലാവർക്കും അത് കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇല്ലാതിരുന്ന ഒരാൾക്കത്, അതായത് നമുക്ക് ഇത് ഇത്രയും കാലം ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇല്ലാതിരുന്നത് നമുക്കത് കിട്ടുമ്പോഴത്തേക്കും അത് ആഗ്രഹിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കിട്ടുമ്പോൾ അത് സ്വന്തമായി നേടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അതൊന്ന് പ്രത്യേകത തന്നെയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീട് പണിയിൽ ഉണ്ടായിരുന്നവരെ, അതായത് തുടക്കം മുതലേ ഒരുപാട് പണിക്കാരാണ് നമ്മുടെ വീട് പണിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല, ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രമുള്ളവരല്ല, എറണാകുളത്തുള്ളവരുണ്ടായിരുന്നു, ഉള്ളവരുണ്ടായിരുന്നു. അങ്ങനെ പലര് പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലുള്ളവരായിരുന്നു നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നവർ, അതല്ല നമുക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു നിമിഷത്തെ സന്തോഷം നമ്മൾ അവർക്കും കൂടി പങ്കുവയ്ക്കുകയാണ്. അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഈ വീട് പണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ അധ്വാനം, കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ഈ വീട് പണിക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിലേറ്റീവ്സായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ വിളിച്ച നമ്മുടെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കുറേ അധികം നേരം സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ നമ്മളെ വീട്ടിന് പാലുകാച്ചിൻ്റെ അന്ന് ഫംഗ്ഷൻ വെച്ചിരുന്നത്, അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനത്തെ രീതിയിലായിരുന്നു കേട്ടോ. അതായത് രാവിലെയും ഉച്ചയ്ക്കൊക്കെ നമ്മൾ റിലേറ്റീവ്സിനെയൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം മുതലാണ്, വൈകുന്നേരം ഒരു 3 മണി മുതൽ ആണ് കേട്ടോ നമ്മൾ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുതലാണ് എല്ലാ എല്ലാവരും, എല്ലാ റിലേറ്റീവ്സും എല്ലാ ഫ്രണ്ട്സും നെയ്ബേഴ്സും ഒക്കെ വന്നു തുടങ്ങിയത് ആ ഒരു സമയത്തായിരുന്നു. ഫുഡൊക്കെ രാവിലെ നമ്മൾ വെജായിരുന്നു, ഉച്ചയ്ക്ക് നമ്മൾ സദ്യയൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. വൈകുന്നേരത്തിന് ശേഷമാണ്, 3 മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ നോൺ വെജും വെജും എല്ലാം കൂടി ചേർത്തിട്ട് ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഫുഡൊക്കെ കഴിച്ചവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കാറ്ററിംഗ് സർവീസിനാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഫംഗ്ഷന് വന്ന് ചേർന്ന എല്ലാവരെയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരത്തിന് ശേഷമാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് കാൻഡിഡ് വീഡിയോസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോഗ്രാഫറിനെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പേരെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. ഒത്തിരി വൈകിയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും സമയം വരെ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞങ്ങൾ ജീവിക്കാൻ പോകുന്ന ഒരു വീടാണിത്. ഇതുവരെ ഞങ്ങളത് സൈറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സൈറ്റിലേക്ക് പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഇത് ഞങ്ങളുടെ വീടായി മാറിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ഞങ്ങളുടെ ദിവസങ്ങൾ ഇവിടെ ആയിരിക്കും. ഇന്ന് മുതൽ ഞങ്ങളുടെ പാചകങ്ങൾ ഇവിടെ ആയിരിക്കും. ഇന്ന് മുതൽ ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. സ്വന്തമായി ഒരു വീടെന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളാവുന്നുണ്ട്. ആ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നമാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം, സ്വന്തമായൊരു വീടായി എന്നുള്ളതിൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ആ ഒരു സന്തോഷം എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതായത് ഇത്രയും നാൾ എൻ്റെ ഹൗസിൽ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഞാനിപ്പോൾ സ്വന്തമായ ഒരു വീട്ടിൽ നിൽക്കുകയാണ്. ഈ ഒരു സന്തോഷം സ്വന്തമായി വീടില്ലാത്ത എല്ലാവർക്കും ഈ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയൊക്കെ എനിക്കിപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തുടർന്ന് ഉണ്ടാകണം കേട്ടോ. ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതെല്ലാ സമയത്തും ഉള്ളത് തന്നെയാണ്. ഒരുപാട് പേര് പഴയ വീഡിയോയിൽ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വേണമെന്ന്. ഉറപ്പായിട്ടും ഞാൻ ആ ഹോം ടൂർ കാണിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഹോം ടൂറോ അല്ലെങ്കിൽ വീടിൻ്റെ മറ്റെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വരുന്നത്. എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.